Hey guys, അപ്പോൾ പൊളിക്കാൻ പൊളിച്ചൊരു കാര്യം ഗെയിം സർവീസിന്റെ വീഡിയോ ഒക്കെ എല്ലാം സോ ഗൈസ് നമ്മൾ പിന്നെയും വന്നൊക്കെയാണ് ഗ്രാനി 3യുടെ വീഡിയോ ആയിട്ട്. യെസ്, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രാനി 3 കളിച്ചിട്ടുണ്ടായി. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവമുള്ള കാര്യം. അതായത് എനിക്ക് സത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല ഗൈസ് അങ്ങനെ ഒരു ഇതുണ്ടെന്ന്. അതായത് വേറൊന്നല്ല, നമ്മുടെ എന്താ പറയാ, അദ്ദേഹം എന്താ പറഞ്ഞത് കാറിന്റെ ഡിക്കിയില് നമുക്ക് ഈ ഒരു സംഭവം ഡിക്കി തുറക്കാൻ പറ്റും. ഞാൻ എന്നാണ് നിങ്ങളെ കമന്റ് കണ്ടപ്പോ സത്യം പറഞ്ഞു ഞാൻ മനസ്സിലായത്. സോ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ജയിക്കാൻ പറ്റുന്ന വിചാരിക്കും. നമ്മൾ ട്രെയിൻ എടുത്ത് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറെ പേര് പിന്നെ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ റോബോട്ടിനെ അടിച്ചിട്ടിട്ട് വേണമെങ്കിൽ പോകാമെന്ന്. യെസ്, താങ്ക് യു നിങ്ങളുടെ ടിപ്സിനൊക്കെ. ഓക്കെ, യെസ്, നമ്മുടെ ഗെയിം തുടങ്ങിയൊക്കെയാണ്. സോ ഗൈസ്, വീഡിയോ കാണുന്നില്ല അവൻ്റെ വീഡിയോ ഒന്ന് അടിച്ച് പൊട്ടി കേസ് ലൈക്ക് അടിച്ച് ഓടിക്കുക, ഷെയർ ചെയ്യാൻ തന്നെ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ കളിക്കുന്നത് ഇപ്പോൾ ഗ്രാനി 3ന്റെ ട്രെയിൻ വേർഷനാണ്. കുറേ പേര് ചോദിച്ചിട്ടായി എങ്ങനെ ഇത് കിട്ടുകയെന്ന്. ഗെയിം ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ മൊബൈലിലായാലും പി സിയിലായാലും എവിടെയായാലും. അപ്പോൾ നമ്മളിന്ന് എന്തായാലും രക്ഷപ്പെടുന്നുള്ള ഒരു ഇതിലാണ്. ഈസിയാണ് കേസ്. ഓക്കെ, നമ്മളിന്നും ഗ്രാനീനെ ഇട്ടിട്ടാണ് കളിക്കാൻ പോണേ. നമുക്ക് എന്തൊക്കെ കിട്ടുന്നൊന്നും അറിയില്ല, നോക്കാം. ഗ്രാനി വരില്ല. ഷടേ, ഗ്രാനി തള്ള ഇങ്ങോട്ട് വരണ പോലെ ഒരു എന്തോ ഒരു ഫീല്. ഗ്രാനി തള്ള ഇങ്ങോട്ട് വരില്ല ഗൈസ്, ഉണ്ടാവില്ലായിരിക്കും. നമുക്ക് എന്തായാലും പോയിട്ട് നൈസായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഓക്കെ, ഇന്ന് എന്തായാലും നമ്മൾ നമ്മുടെ റോബോട്ടിനെ അടിച്ച് ഉറക്കുന്നതായിരിക്കും ഗൈസ്. ഡോണ്ട് വറി. റോബോട്ടാണോ? ഹലോ, ഹായ് ഹായ്, ഞാൻ തന്നെ. യെസ്, എന്നപ്പോ റോബോട്ടെണ്ണനെയും അടിച്ചുറക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം എല്ലാവർക്കും പറഞ്ഞെന്തല്ലേ. അപ്പൊ താങ്ക് യു ഗൈസ്. ഓ, നമുക്ക് ഇവിടുത്തെ പ്ലാൻ കിട്ടി. അപ്പൊ ഒരു സാധനമെങ്കിലും ഉപകാരമുള്ള ഇപ്പൊ തന്നെ കിട്ടി. ഗ്രാനി ഇങ്ങോട്ട് വരുമോ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഗ്രാനി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ ട്രെയിൻ എടുത്ത് പോകാനാണ് ഗൈസ്. ഗ്രാനി ട്രെയിൻ ഞാനൊന്ന് മോഷ്ടിച്ചു കൊണ്ട് പോകും ഗൈസ്. ഗ്രാനി തള്ള ഇങ്ങോട്ട് വന്നില്ലല്ലോ, എന്തോന്ന് തള്ളാണ് ഗൈസ് ഇത്. സത്യം പറഞ്ഞ ഗ്രാനി തള്ള ഇങ്ങോട്ട് വന്നു. ആ ബെല്ല് തുറക്കണ സൗണ്ട് കേട്ടില്ലേ നിങ്ങള്? ഗ്രാനി തള്ളയാണ് ഗൈസ്, ഇവിടെ ഒന്നുമില്ല. ഗ്രാനി തള്ള അവിടെ എത്തിയിട്ടുണ്ട്. ബെല്ലടിക്കണ സൗണ്ട് കേട്ടില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കേറി പോവാം. ഓക്കെ, മാച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ മുകളിലോട്ട് പോവാം ഗൈസ്. വെപ്പൺ കീയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇവിടെ ഒന്നുമില്ല. ഏറ്റവും മുകളിൽ പോവാം. ഇതെന്തേലൊക്കെ കിട്ടുമോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. എന്താണിത്? സെയിം കോണ്ടാണല്ലോ. ഗ്രാനി ഇപ്പൊ ഇങ്ങോട്ട് വരും കേട്ടോ. ഓ മാൻ, ഗ്രാനിക്ക് ചെവിയൊക്കെ കേൾക്കണോണ്ടേ ജാതി ശല്യ. ഓ, ഗ്രാനി വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ കയ്യിലൊന്നും ഇല്ല, അതുകൊണ്ടാണ് സീൻ. ഓ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലെന്ന്. ഇപ്പോഴും ഒരു ആവശ്യമുള്ള സാധനങ്ങളും തന്നൂടെ ഇവർക്ക് അല്ലേ? ആവശ്യമുള്ള സാധനം തന്നൂടെ ഇവർക്ക്? വെപ്പം കിട്ടുന്നത് വരെ നമുക്ക് പേടിച്ചിരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അടിച്ചു പറഞ്ഞു പേടി കഴിയണേ. തുടങ്ങി ഹൈഡ് ആൻഡ് സീക്ക് ഒന്നും കളിക്കണ്ട ഗ്രാനി. നമ്മള് ഈ ഹൈഡ് ആൻഡ് സീക്ക് ഒന്നും കളിക്കാല്ലേ. നമ്മൾ ഈ കമ്പ്യൂട്ടറിലും PC-ലൊക്കെ ഗെയിം കളിക്കാന്നല്ലാണ്ട് ഹൈഡ് ആൻഡ് സീക്ക് ഒന്നും നമ്മള് കളിക്കാനുള്ള ഗ്രാനി. എന്ത് ചെയ്യാനല്ലേ, പഴഞ്ചൻ പിള്ളേരാണ് ഗ്രാനിയെ. ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് വേറെ ഒന്നല്ല ഗൈസ്. ഞാൻ സത്യം പറഞ്ഞ കാറിന്റെ ഡിക്കിയിൽ അവരായിട്ട് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടാ. അത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാ. ഷെഡേ, നമുക്കൊന്ന് വെപ്പൺ കീ കിട്ടണം. അത് കിട്ടുന്നത് വരെ സീനാ. വെപ്പൺ കീ അന്വേഷിച്ചുള്ള യാത്രയിലാണ് നോം. അത് കിട്ടുന്നത് വരെ നോമിന് ഉറക്കല്ല. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റാ ഗൈസ്. പിന്നെ ഗ്രാനിനെ അടിക്കലായി, ഉറക്കലായി, ഗ്രാനിയുടെ പരിപ്പും വേറെ കിളക്കലായി. ഗ്രാനിനെ നമ്മളങ്ങ് ഉറക്കും. ഏതാ പിന്നല്ല, വാ, ഗ്രാനി നമ്മളെ ഉറക്കാതിരുന്നാ മതിയായിരുന്നു. അത് മാത്രമേ ഒരു പ്രാർത്ഥന. ഗ്രാനി എങ്ങാനും അടിയിലുണ്ടെങ്കിൽ എന്റെ മണി വിളിക്കും ഗ്രാനി. ഓ, ഫയർവുഡ് കിട്ടി ഗൈസ്. തീപ്പട്ടി ഞാൻ കണ്ടതാ ഗൈസ്, തീപ്പട്ടി ഞാൻ കണ്ടതാ. നമ്മള് തീപ്പട്ടി കൂടെ എടുത്തിരിക്കും. ഓക്കെ, യെസ്, തീപ്പട്ടി ആൻഡ് ഫയർവുഡ് സെറ്റ് കണ്ണാ സെറ്റ്. ഇന്ന് ഞാൻ എന്തായാലും ആദ്യം തന്നെ തുറക്കാൻ പോണത് നമ്മുടെ ഡിക്കിയാണ് ഗൈസ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു ഇത് കളഞ്ഞതും ഡിക്കി ആയിരുന്നു. ആ ഡിക്കിയിലൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഡിക്കി തുറക്കാൻ പറ്റും ഞാൻ ഇന്നറിയാൻ മനസ്സിലാക്കണേ. എന്താണ് ഗൈസ്, ഒരു ഗ്രാനിയും വെച്ച് കളിച്ചു. അങ്ങനെ പലതരം കളികൾ കളിച്ചിട്ട് ഞാൻ ഇന്നാണത് മനസ്സിലാക്കണേ.
ഓഹോ ഗ്രാനി തള്ള. എനിക്ക് കണ്ണ് കാണില്ല ഗൈസ്, എനിക്ക് കണ്ണ് കാണില്ല, പക്ഷെ ചെവി കേൾക്കും. അങ്ങനെ ഒരു പ്രോബ്ലം ഗ്രാനിക്കുള്ളൂ. ഓ ഇവിടെ ഇരിക്കേണ്ട തീപ്പെട്ടി എന്തേ? അയ്യോ ഓ മാൻ ഗൈസ്, അവിടെ ഇരിക്കേണ്ട തീപ്പെട്ടി അവിടെ പോയി. ഓക്കെ തീപ്പെട്ടി കിട്ടി, തീപ്പെട്ടി കിട്ടി, തീപ്പെട്ടി കിട്ടി, തീപ്പെട്ടി കിട്ടി, തീപ്പെട്ടി കിട്ടി. കാക്കേനെ ഓടിക്കാം. ഓക്കെ എനിക്ക് തോന്നുന്നു കാക്കയുടെ കയ്യില് മറ്റേ വെപ്പൺ കീ ഇരിക്കട്ടെ മേ ബി. അവിടെ നിന്നായിരിക്കും നമ്മളെ കളി തുടങ്ങാൻ പോണേ. ഈ അമ്മ ഷഡിക്ക് ആ വെപ്പൺ കീ വിചാരിച്ചു പോയതാ. ഷഡിക്ക് കിട്ടി. ഷഡില് പോയി കഴിഞ്ഞാൽ വേറെ വല്ല കീ ഉണ്ടായിരിക്കാം. ഇവിടുന്ന് വീണ് ചാവാണ്ട് വിചാരിക്കും. ചിലപ്പോ ഇവിടുന്നൊക്കെ വീണ് ചാവും. അങ്ങനത്തെ ഒരു ഗ്രാനി വേണ്ട, നിങ്ങൾ വല്ലാണ്ട് ചിരിക്കണ്ട. നമ്മള് ചിരിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇതാണ്. ചിരിക്കാൻ നമുക്കറിയാം, നമ്മളും കുറെ ചിരിക്കുന്നതൊക്കെ തന്നെയാ. ഗ്രാനിക്ക് നമ്മളെ വേണ്ട വിധം അറിയില്ലാന്ന് തോന്നും. നോം മാമനില്ലാത്ത ചിരി നമ്പൂരി ചിരിച്ചങ്ങ് കൊല്ലിയും ഗ്രാനിനെ. ഓ വെപ്പൺ കീ കിട്ടിയിരുന്നെങ്കിൽ ഗ്രാനിയുടെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കായിരുന്നു. ഇപ്പൊ അതില്ല. എന്തേലും ഉപകാരമുള്ള കിട്ടണേ. എന്തേലും ആക്സിലേറ്ററോ ട്രെയിനിന്റെ ആക്സിലേറ്റർ കിട്ടി ഒക്കെ കിട്ടിയിട്ട് ആർക്കല്ലേ? എന്തിനും ഗ്രാനി ഇല്ലല്ലോ. ഷടാ മോനെ സത്യം പറയടാ. ഓ വെപ്പൺ കീ, വെപ്പൺ കീ ഗൈസ്. എടാ മോനെ ഇന്ന് നമ്മൾ ഗ്രാനിനോട്ടോ ഉറക്കും ഞാനിന്ന്. ആഹാ ഗ്രാനിനെ ഞാനിന്ന് ഉറക്കും ഗൈസ്. ഗോ അപ്പൂപ്പന്റെ റൂം. യെസ് ഇനി കാണാൻ പോകുന്നത് യുദ്ധം. യുദ്ധം മാറി നിക്ക് ഗ്രാനി, ഇത് എന്റെ ഏരിയ. ഓ മാൻ ഓക്കെ. ആ അപ്പൊ ഗ്രാനിനെ പൂട്ടി. ഇനി എന്തേലും കാര്യങ്ങളൊക്കെ കിട്ടണം. ഇനിയിപ്പോ നമുക്ക് ഗ്രാനിനെ പൂട്ടിച്ചിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ലെവലാണെങ്കിലേ കളി തീർന്നൂടെ പക്ഷെ അങ്ങനെയല്ലല്ലോ. പെട്ലോക്കി പെടന്ന് പോയിട്ട് പെട്ലോക്കി കുത്തിയിട്ട് എന്താ നോക്കിട്ട് വരാം. അല്ല അപ്പൊ ഇതില് പെട്ലോക്കി ഉപയോഗിക്കണം. എനിക്കൊന്ന് ട്രെയിനിന്റെ ടിക്കറ്റ് നമ്മളെന്തായാലും എടുക്കില്ലേ. നമ്മുടെ ഈ ട്രെയിൻ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പോവാ. എങ്ങനെ നമ്മൾ അങ്ങനത്തെ ടൈപ്പാ, നമ്മൾ മോഷിച്ചു കൊണ്ടുപോകും ട്രെയിൻ. ടിക്കറ്റ് എടുക്കാണ്ട് ട്രെയിനിൽ പോകും നമ്മള്. അതിനുള്ള ഐഡിയ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേസ്. അതാണ് നമ്മള് ചെയ്യാൻ പോണെ. നമ്മള് സ്റ്റീലിംഗ് ആണ് നമ്മുടെ ഒരു മെയിൻ. ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി പോകും. നമ്മടാ ഇടയ്ക്ക് കീ കിടക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുക്കാണ്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യില് ട്രെയിനിന്റെ കീ കിട്ടിയിട്ടില്ല. അപ്പൊ ടിക്കറ്റ് എടുക്കാതെ പോവാൻ നീ സമ്മതിക്കില്ലല്ലേ? ഗ്രാനി എണീറ്റുണ്ടാവൂട്ടാ. ഗ്രാനി തുടങ്ങി പരിപാടി തുടങ്ങി. പേരാരൂ ഗ്രാനി, ഐ വാണ്ട് ടു കിൽ യു. മണ്ടടിച്ച് പൊട്ടിക്കും ഞാൻ. കല്ല് കൊണ്ടേ കളഞ്ഞു. ഞാൻ അവിടെ ഒരു കല്ല് കണ്ടതാ. കല്ല് ഞാൻ വെറുതെ വിടില്ല എന്നവിടെ. അപ്പോഴേ നമുക്ക് ആ കുപ്പി കൊണ്ട് നിറച്ചിട്ട് കാണാം കഴിച്ചു. ഓക്കെ എത്ര വട്ടം ഗ്രാനിനെ കൊല്ലേണ്ടി വരുന്നൊന്നും അറിയില്ല. എന്തായാലും വേഗം പോയിട്ട് ഒരു കുപ്പി ആദ്യം കൊണ്ടുവച്ചിട്ട് വേഗം വരാം നമുക്ക്. നമ്മൾ ഒരു കുപ്പി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കുപ്പി കൊണ്ടുവയ്ക്കണം. ഓക്കെ രണ്ടാമത്തെ കുപ്പി തട്ടിയിടാം. ഓക്കെ രണ്ടാമത്തെ കുപ്പി തട്ടിയിട്ടുണ്ട്. ഇനി ഗ്രാനീനെ തട്ടിയിടാം ഗൈസ്. ഓക്കെ ഗ്രാനീനെ തട്ടിയിട്ടിട്ടുണ്ട്. സിമ്പിൾ ഗൈസ്. ഓക്കെ സിമ്പിൾ. ഇതിലും കൂടി വെള്ളം നിറച്ചിട്ട് അതവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ട്രെയിനിന്റെ കീയോ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. നമ്മൾ വേറെ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓ ഇലക്ട്രിക് സ്വിച്ച് ആണ് കിട്ടിയേക്കണേ. അതായത് പിന്നെയും പണി തന്നെ. ഓ നമ്മളൊരു സാധനം തുറന്നില്ല. ഇത് അത് നമ്മൾ മറന്നുപോയി. ആരൊക്കെ കിഴങ്ങേ എവിടെ നിന്ന് ബീന്നാവും. ഞാൻ പോയിട്ട് കല്ലെടുക്കട്ടെ. കാരണം ഗ്രാനീനെ കൊന്നപ്പോ നമ്മുടെ കല്ല് തീർന്നിട്ടുണ്ട്.
ഇനി നമുക്ക് പോയിട്ട് കല്ലെടുത്തിട്ട് ഓടി പോയി നമ്മുടെ ഐറ്റം എടുത്ത് വന്നിട്ട് ഗ്രാനീനെ തട്ടണം മുഖം. ഓ ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു റൂമും കൂടി ഉണ്ടായി. ആ ഒരു കാര്യം മറന്നുപോയി ഞാൻ. അപ്പോഴേക്കും ഗ്രാനി എങ്ങാനും അവിടുന്ന് ഓടി വരുമെന്നു. ഗ്രാനി വരരുത്, ഗ്രാനി വരരുത്, ഗ്രാനി ഇങ്ങോട്ട് വരികയേ ചെയ്യരുത്. സ്ലിംഗ് ഷോട്ട് ഞാൻ എടുത്തു. ഗ്രാനിയെ ഞാൻ തട്ടും. ഗ്രാനി നിങ്ങളെ എവിടെ? നിങ്ങളെ ഞാൻ തട്ടും, ഈസിയായി തട്ടും ഞാൻ നിങ്ങളെ. ഞാൻ തട്ടും. ഗ്രാനി നിങ്ങളെവിടെ? അടിയിലോട്ട് ഇങ്ങോട്ട് വാ. നിങ്ങളെ ഞാൻ തട്ടും, ഈസിയായി ഞാൻ തട്ടും. ഗ്രാനിയുടെ സൗണ്ട് അതാ. ഗ്രാനി കിടക്കുന്നു നിലത്ത്. പാവം ഗ്രാനി എഴുന്നേൽക്കുന്നു, ഉറങ്ങുന്നു. എഴുന്നേൽക്കുന്നത് പോലും പാവത്തിന് ഓർമ്മയില്ല. അപ്പോഴേക്കും അന്തരീക്ഷത്തിലേക്ക് ഗ്രാനി ഒഴിഞ്ഞു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ ഇതാ നമ്മൾ അടുത്ത പുതിയുമായി വന്നിരിക്കുന്നു. രണ്ടാ നമ്മളിതാ കടന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. നമുക്ക് ഇവിടുന്ന് ഫ്യൂസ് കിട്ടി. ഫ്യൂസിന്റെ ആവശ്യമുള്ള ഗൈസ് റബ്ബർ ഇഷ്ടമല്ലത് ചെയ്യാം. റബ്ബർ വെച്ചത് തുറക്കൂ. ജനറേറ്റർ കേബിൾ ആവശ്യമില്ല. ഓ മാൻ, ഇവന് ജാതി ബുദ്ധിയാണല്ലോ ഗൈസ്. ഇവൻ നമുക്ക് പണി തരാൻ വേണ്ടി തന്നെ നടക്കുന്നവനാ. നമുക്ക് നാളികേരം തന്നു. ഈ നാളികേരം ഉടയ്ക്കുമ്പോ ഇതിനുള്ളിൽ സേഫ് കീ ഉണ്ടാവും ഉറപ്പായിട്ടും. ഓ മാൻ, അവൻ ജാതിക്കാലേ കളിക്കണട്ടാ. എനിക്കാണ് ഈ കളിയിൽ നമ്മള് ട്രെയിനിന്റെ കീഴിൽ അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഓഹോ, അപ്പൊ സേഫ് കീ ഇപ്പൊ ഇവിടുന്ന് കിട്ടും ഗൈസ്. ട്രെയിനിന്റെ ഉള്ളിൽ സേഫ് കീ ഉണ്ടാവും. ഓക്കെ, ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്രെയിനിൽ പോവാനായിട്ട്. ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ ട്രെയിനിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടാവും. ഓ ഓക്കെ, അപ്പൊ ഇതിന്റെ ശല്യം തീരും. നമ്മളപ്പോ തന്ത്രപൂർവ്വം ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ട്രെയിനിന്റെ കീ ആണ് ഇനി ഇല്ലാത്ത. എനിക്കോട് ഈ കളിയിൽ നമ്മൾ അത് കിട്ടാണ്ട് മൂഞ്ചുന്നു. എന്താണ് ഓരോ കളിയിലും ഓരോന്ന്. So much later that the old narrator got tired of waiting and they had to hire a new one. Oh, ഓക്കെ, കിട്ടി സൈഡ് കിട്ടി. കള്ളച്ചിരി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓ മാറിത്തന്നെ. ഓ ഗൈസ്, ഇത് ട്രെയിൻ കീ ആയാ മതിയെന്ന് ചോദിച്ചാൽ അതാണ് നമ്മളിത് രക്ഷപ്പെടും. കാരണം ഓ മാൻ. Okay, give me key. എടേ പിന്നെയും കളിപ്പിക്കാണോടെ. ഒരു മാക്സിമം നമ്മളായിട്ട് ഓടിക്കുക, വേറെ കാര്യം. ഫൈനലി ട്രെയിൻ കീ. ഓ മാൻ, കിട്ടി ഗൈസ് ഫൈനലി ഗൈസ്. ഓ മാൻ, പൊളി. ഓക്കെ, need to close the door. ഓഹോ, ഡോർ ക്ലോസ്. ആ ഗ്രാനി, ഞാൻ നിങ്ങളുടെ ട്രെയിൻ എടുത്തോണ്ട് പോവാണ് ഗ്രാനി. ബൈ. ഓ ഗൈസ്, യെസ്. Bye Granny. Bye. Bye Granny. യെസ്. സോ നമ്മളിന്ന് എന്തായാലും തീർത്തിട്ടുണ്ട്. ഞാൻ തീരില്ല എന്ന് വിചാരിച്ചേ, കുറെ പേടിച്ചു പോയി എന്തുണ്ടാവും എന്നൊക്കെ.